ആരെങ്കിലും നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, മൈ നെയിം ഇസ് ദേവിക. ആഷിതി, മമൃത. നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. Special mention. താങ്ക്സ് ടു ഓൾഡ് സ്കൂൾ ബോയ്സ്. Thank you. ഞങ്ങളുടെ ലൈവില്, അവരുടെ ലൈവില് ഞങ്ങളെ ചാനലിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. ഞങ്ങള് താഴെ പോയി കുറെ മെസ്സേജ് കിട്ടും, ഇഷ്ടപ്പെട്ടു. അപ്പത്തേക്കും പിന്നെ അവര് കണ്ടിട്ടോ പാമ്പിളർ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ കുറെ പേര് വന്നിട്ട് ചാനൽ ചെക്കൗട്ട് അവര് പറഞ്ഞത് കാരണം വന്ന കുറച്ചധികം പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് താങ്ക്സ്. അപ്പൊ കുറെ പേര് ഇൻസ്റ്റയിലും വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ചാനലുണ്ട്, പ്ലീസ് ടു ചെക്കൗട്ട്, അതും ഫോളോ ചെയ്തോളൂ. അങ്ങനെ കുറെ നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടി ഒരു പുഷ് തന്നതിന് നന്ദി. അതെ, അതിന്റെ നന്ദിയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. അതായത് നമ്മള് പണ്ട് മെന്റൽ ഹെൽത്ത്, അതായത് ഇപ്പൊ ഒരാൾക്ക് വിഷമം അല്ലെങ്കിൽ ഒരാൾക്ക് സങ്കടം, അല്ല അത് മാത്രമല്ല, മെന്റൽ ഹെൽത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. വാസ്റ്റ് സ്കോപ്പ് ആണ്. നമ്മളാരും അതില് എഡ്യൂക്കേറ്റഡോ ഒന്നും അല്ല, നമ്മുടെ എക്സ്പീരിയൻസസ് മാത്രമേ, അല്ലെങ്കിൽ കണ്ട കേട്ട ചുറ്റുപാടൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ അതേ ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽസ് അല്ല, നമ്മൾ നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ പറയുന്നതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് കമന്റിൽ അറിയിക്കുക. അതെ, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നമ്മുടെ ഇടയിൽ അതൊരു ടോപ്പിക്കായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്നത് സംസാരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അതൊരു സബ്ജക്റ്റ് ആക്കി കൂടെ ചിന്തിച്ചിട്ട് അത് നമ്മൾ ഇന്ന് അടുത്ത പോഡ്കാസ്റ്റ് അതിനെ പറ്റി തന്നെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പോഡ്കാസ്റ്റ് എടുക്കുന്നത്. അതായത് ലൈക്ക് ആഫ്റ്റർ കൊറോണ അല്ലേ, മെയിൻലി ആഫ്റ്റർ കൊറോണ എന്താണ് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൂടി അഡ്രസ് ചെയ്യാൻ തുടങ്ങി. നമ്മള് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ തന്നെ അനലൈസ് നമ്മള് മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ അതിനെ നമ്മളെ തന്നെ അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കുള്ള ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം എനിക്കൊന്ന് ആ കൊറോണയ്ക്ക് ശേഷം നമ്മൾ അത് മനസ്സിലാക്കാൻ തുടങ്ങി, അഡ്രസ് ചെയ്യാൻ തുടങ്ങി. അതിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. സെൽഫ് ലവ് എന്ന് പറയുന്ന സെൽഫ് ലവ്, ഫ്രീ വിൽ. മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് എന്നൊരു കാര്യം മനുഷ്യന്മാര് കുറെ റൂൾസ് വെച്ചാണല്ലോ നമ്മളിങ്ങനെ വളർന്നു വരുന്നത്. കൊച്ചിലെ തൊട്ട് ഇത് ചെയ്യണം, ദിസ് ഇസ് റോങ്, ദിസ് ഇസ് റൈറ്റ്, സ്ട്രെയിറ്റ് ആയിട്ട് റൂൾസ് വെച്ചാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പം ആസ് എ ഹ്യൂമൻ, ആസ് എ ബീയിങ്, നമുക്കൊരു ഫ്രീ വിൽ ഉണ്ട് ടു എക്സ്പ്രസ് അവർ തോട്ട്സ്, എക്സ്പ്രസ് വാട്ട് എവർ വി വാണ്ട് ടു. ആ ഒരു കാര്യം കുറെ മനുഷ്യര് കൂടുതൽ ഫ്രീ വില്ല് കൂടിയാ ജയിലിൽ കിടക്കാം, അത് വേറെ. പക്ഷേ ടു ആൻ എക്സ്റ്റെന്റ് ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മുടെ ഫ്രീ വില്ല് എത്രയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു ടൈം വന്നത് ഐ തിങ്ക് ആഫ്റ്റർ കൊറോണയാണ്. ഒരാൾ അയാളെ കുറിച്ച് തന്നെ എനിക്കിത് ഇഷ്ടമാണ്, ഞാനത് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് പ്രയോറിറ്റീസ് അറിയുക, അതൊക്കെ അല്ലെ. കരിയർ പാത്ത് തന്നെ പലർക്കും, അതായത് എത്രയോ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തോണ്ടിരുന്നവര് ഡിജിറ്റൽ മീഡിയയിലോട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് പോയിട്ടുണ്ട്, യൂട്യൂബർ ആയിട്ടുണ്ട്. അങ്ങനെ പല അവർക്ക് തന്നെ അവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു സ്കോപ്പ് കിട്ടി. അങ്ങനെ പല പണ്ട് സംഭവിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ അതിന്റെ നമ്പേഴ്സ് മേ ബി ഇനി നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കുമ്പോഴത്തേക്കും ഇതിനു മുന്നേ പറഞ്ഞിരുന്ന പോലെ അല്ല മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആണെങ്കിലും കുറെ കൂടെ അവര് ഇതിനെ പറ്റി ഓപ്പൺ അപ്പ് ആയി. ആദ്യം എനിക്ക് മൈൻഡിൽ വരുന്ന ദീപിക പദുക്കോണാണ്. മീൻസ് ഈ ഒരു കാര്യം ഓപ്പൺ അപ്പ് ആവാതെ, ഡിപ്രഷൻ, ഒരു ആക്ടറിന്റെ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഓപ്പൺ അപ്പ് ആയി ആരും പറയാറില്ല. പക്ഷെ ആദ്യം ദീപിക പദുക്കോൺ പറഞ്ഞപ്പോ മീൻസ് അവർക്കും ഇത്രയും ലക്ഷറി ലൈഫ്, എലീറ്റ് സ്റ്റേറ്റസ് ഉള്ളവർക്കും ഇങ്ങനെ ഫീൽ ചെയ്യാം. അപ്പം സാധാരണക്കാരായി ജനിക്കുന്ന നമുക്ക് അങ്ങനെ വരുന്നത് ഇസ് ടോട്ടലി അക്സെപ്റ്റബിൾ. അല്ലെങ്കിൽ ഒരാളുടെ കണ്ടീഷൻ വെച്ചിട്ട് അത് അവന്റെ സിറ്റുവേഷൻ, അയാളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് അയാൾക്ക് വിഷമം വരുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചോണ്ടാവും. അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ അത് അങ്ങനെയല്ല, ഔട്ട് ഓഫ് നോ വെയർ വരാം. ചിലപ്പോൾ അത് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ഡ്രാമ കാണാം, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് കാരണമായിരിക്കാം. ഇപ്പൊ ദീപിക പദുക്കോൺ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് അല്ലെ, നേരത്തെ എലൈറ്റ് എന്ന് പറഞ്ഞ, അതായത് പുള്ളിക്കാരിക്ക് എല്ലാം ആക്സസിബിൾ ആണ്, അവൈലബിൾ ആണ്.
അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന ആൾക്ക് പോലും അത് വരാമെന്ന് മനസ്സിലാക്കിയപ്പം അതിൻ്റെ ഒരു അണ്ടർലൈൻ മീനിങ് എന്ന് പറയുന്നത് അത് ആർക്കും വരാം. ഒരാളുടെ ജീവിത സാഹചര്യം വെച്ചിട്ടല്ല, ചിലപ്പം ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്തെങ്കിലും കാരണം വെച്ചാണെങ്കിൽ ആർക്ക് വേണേലും വരാം. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ ഹ്യൂമൻ തിങ് എന്ന് മനസ്സിലായത്. അതായത് വേറെ ഏത് ശരീരത്തിലെ ഒരു ഭാഗത്തിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്ന പോലെ അത്രയും നോർമൽ ആയിട്ടൊരു കാണേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഫീൽ ചെയ്താൽ ഓപ്പൺ അപ്പ് ആവാൻ ഒരു സ്പേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറെ കാണുന്ന പറയുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ കുതിരവട്ടത്തോട്ടോ അല്ലെങ്കിൽ ഊളംപറയിലോട്ടോ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ഒരു തെറാപ്പിക്കാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ തെറാപ്പി വേണമെന്ന് പറഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഓക്കെയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം തെറാപ്പി സെന്റേഴ്സും ഇന്ന് ഓപ്പൺ ആണ്, ഓരോ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഓരോ ഇപ്പൊ നമ്മുടെയൊക്കെ സൈഡ് എടുക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് സൈഡിൽ തന്നെ ഒരുപാടധികം ഇങ്ങനത്തെ ക്ലിനിക്കുകൾ ഓപ്പൺ ആണ്. പണ്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫാർം ലൈക്ക് നമ്മുടെ ഈ മെഡിക്കൽ നീഡ്സിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കേട്ടർ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്നും ഒരു ബെറ്റർ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് മലയാളം ഫിലിംസ് ഉണ്ടല്ലോ, പണ്ട് മെന്റൽ ഹെൽത്തിനെ ട്രീറ്റ് ചെയ്തിരുന്നത് ഒന്നെങ്കിൽ സ്കിസോഫ്രീനി ആയ അങ്ങനെ, അല്ലെങ്കിൽ പക്ക സൈക്കാട്രിക് ഇഷ്യൂസ്, അതാണ് അവർ ലൈക്ക് മെന്റൽ ഹെൽത്ത് എന്ന രീതിയിൽ അവർ കാണിച്ചിരുന്നത്. അല്ലാതെ ഡിപ്രഷൻ, അല്ലാതെ ADHD അതൊന്നും അവർക്ക് ഇതൊന്നും ഫിലിംസിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈയിടെ ആയിട്ട് ഇതിനെ കൂടുതൽ വോയിസ് കിട്ടുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഒരു ജനറേഷനോട് പറഞ്ഞാൽ അവർക്കും ചിലപ്പോൾ ഈ ടേംസുമായിട്ട് അത്ര ധാരണ ഉണ്ടാവും. റീൽസ് ഒക്കെ കാണാറില്ല, അതായത് എന്തേലും പറയും മമ്മി ഡിപ്രഷൻ, അപ്പൊ തീരും എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുന്നത്. ഫിലിംസിൽ മമ്മൂസ് പറഞ്ഞ ഫിലിംസിൽ എനിക്കൊന്ന് ഈ നോർത്ത് 24 കാതം എന്നൊക്കെ പറയുന്ന മൂവിയിൽ ഇങ്ങനെ ഒരു പുള്ളിക്ക് OCD ഫാസിന് OCD ഉള്ളതായിട്ട് കാണിക്കുന്നു. അവസാനം അതിന്ന് റിക്കവർ, പക്ഷെ എനിക്കറിയാം പണ്ട് കണ്ടതാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പിന്നെ തെറാപ്പി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് ഒരു നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ മെന്റൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് നേരെയാക്കുക, നമ്മുടെ ഡേ ടു ഡേ അതിന് പറ്റുന്ന ഒരാളെ കണ്ടിട്ട് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ഇതില് എല്ലാ അത്രയും കൺട്രോൾ നമുക്കറിയില്ലല്ലോ. ലൈക്ക് നമ്മൾ അവർക്ക് ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് എടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് ഉണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ റെഫറൻസ് എടുത്തിട്ട് മേ ബി നമ്മുടെ കേസ് അതായിരിക്കില്ല. മേ ബി നമ്മൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ആവാം. മേ ബി നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ലായിരിക്കും, ഓർ മേ ബി നമ്മുടെ കണ്ടീഷൻസ് അതർ കണ്ടീഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ വായിച്ച കണ്ടീഷൻസ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ എക്സാക്ട്ലി അതായിരിക്കില്ല നമ്മുടെ ഇഷ്യൂ. ഡോക്ടറായിട്ട് കാണാണ്ടിരിക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ അല്ലാണ്ട് ആളുകൾക്ക് ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട് അല്ലേ, പറ്റുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിനെ കേൾക്കാൻ റെഡിയാണ്, ഓറൽസ് അതിനെ അഡ്രസ് ചെയ്യാൻ റെഡിയാണ്. അതിനെ ലൈക്ക് അത് നിന്റെ തോന്നലാണ് അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്നതിലുപരി ഓക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ വി ഷുഡ് ബി അഡ്രസ്സിങ് ദിസ് എന്നൊരു തോട്ട് എനിക്ക് തോന്നിയത് ലൈക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യമേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയില് അക്സെപ്റ്റബിൾ അല്ല. ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ആഫ്റ്റർ 2020 ഒക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഓക്കെ ദിസ് തിങ്സ് ഹാപ്പൻ, ലൈക്ക് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ ഓരോ പറയും എന്റെ അമ്മയും അച്ഛനും ഒക്കെ എത്ര കുഞ്ഞുങ്ങളെ വളർത്തിയതാ. ഒരു കാര്യമുണ്ട്, അവർക്കത് മനസ്സിലാകാൻ പറ്റിയില്ലായിരിക്കും, അല്ലെങ്കിൽ അത് അവർക്കന്ന് പുറത്ത് പറയാൻ ഒരാളുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കൺവേ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒരുപാടുണ്ട്. അപ്പൊ അവരത് എക്സ്പ്രസ് ചെയ്യാൻ റെഡിയാണ്. പണ്ടുള്ളവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അറിയാത്തത് ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത്. ലൈക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്ന സമയത്ത് അവർക്ക് കുട്ടിയോട് സ്നേഹമില്ല,
കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ വയ്യ, ഒരു അമ്മയല്ലേ. പക്ഷേ അതെ, ആ ഒരു നമ്മള് വുമണും ഡിഫറെന്റ് ചേഞ്ചസ് വിത്ത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും പോകുന്നുണ്ട്. അത് കാരണം ലൈക് ഹോർമോണൽ ചേഞ്ചസ് കാരണമായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഫാമിലീസ് ഒരു അറ്റൻഷൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ അവരെ അത്രയും കേറ്റർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ പ്രഗ്നൻസി ടൈം. പെട്ടെന്ന് അവര് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ അവരുടെ നീഡ്സ് ഒന്നും അഡ്രസ് ചെയ്യാതെ പോകുന്ന ഫാമിലീസിലായിരിക്കും ചിലപ്പം ഒരുപാടധികം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. സപ്പോർട്ടീവായ ഫാമിലീസ് അല്ലെങ്കിൽ പാർട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശരിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇപ്പൊ റിക്കവറി പീരീഡ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ തന്നെ ചില ന്യൂസ് കാണുമ്പോൾ വിചാരിക്കും ഇപ്പം അമ്മ എന്താ കുട്ടീനെട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ച് എന്താ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന്റെ റീസൺസ് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഓക്കെ ഇതാ. പക്ഷെ എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നു, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ന്യൂസിൽ തന്നെ. അപ്പൊ ഇത് കാരണമാണ് മെന്റലി അത്രയും ഡിസ്റ്റർബ്ഡ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ മേ ബി ആ കെയർ കിട്ടിക്കൊണ്ടെന്ന് കിട്ടാത്തത് കൊണ്ടാവാം, ഓറൽസ് അവര് ഫിസിക്കലി അത്രയും ഗോ ത്രൂ ചെയ്തിട്ട് എന്താണ് അവർക്ക് ട്രിഗർ ആവുന്നത് നമുക്കറിയില്ല. അതെ, അത്രയും ഗോ ത്രൂ ചെയ്തിട്ട് ശേഷം ഇതിന്റെ പെയിൻ ഇപ്പോഴും ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല ഇപ്പൊ കുഞ്ഞിനെ നോക്കണമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് സപ്പോർട്ട് കിട്ടും. നേരത്തെ മമ്മൂസ് പറഞ്ഞ പോലെ ആ ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണർ ഷുഡ് ബി എ സപ്പോർട്ടിങ് പേഴ്സൺ. അല്ലെങ്കിൽ അവര് തന്നെ ആയിരിക്കണം ആ കുട്ടിയെ നോക്കേണ്ടത്. അപ്പോൾ ആ കുട്ടിയെ ഫീഡ് ചെയ്യുക, ആ കുട്ടിയെ കരയുമ്പോൾ കുട്ടികളാകുമ്പോൾ അല്ലേ എപ്പോഴും കരയുമായിരിക്കും, ഉറങ്ങുന്നുണ്ടായിരിക്കില്ല, അങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒരു റീസൺ ആവാം. അവർ അത്രയും ഡിസ്റ്റർബ്ഡ്, അവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. ഇത്രയും സ്ട്രെസ്സിൽ കൂടെ പോയ ബോഡി സ്ട്രെസ് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ, റെസ്റ്റ് ആണ് കിട്ടുന്നുണ്ടാവുക. പിന്നെ എനിക്ക് മെന്റൽ ഹെൽത്തിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ത് ഫേസ് ചെയ്താലും അവർ ഷെയർ ചെയ്യുന്നത് കുറവായിരിക്കും. ഇൻ കേസ് ഷെയർ ചെയ്താലും ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക, കൗണ്ടർ അഡ്വൈസ് കൊടുക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദേവുടെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്നല്ല, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ദേവുടെ അടുത്ത് എനിക്ക് മോൾസിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ എനിക്ക് തരുന്ന റിപ്ലൈ ലൈക്ക് ഓ അത്രേ ഉള്ളൂ, അതിന് വേണ്ടിയാണോ നിനക്ക് ഇത്രയും വിഷമം, അല്ലെങ്കിൽ അതിന് വേണ്ടിയാണോ നിനക്ക് ഇത്രയും ഡിപ്രഷൻ, സോക്കോൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ ഇങ്ങനെ തഴഞ്ഞ് വിടാൻ പാടില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. കാരണം മീൻസ് ഇപ്പോൾ പറയുന്ന ആളുടെ ഇൻ കേസ് ഈ ഒരു ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈക്ക് ത്രഷോൾഡ് ഫോർ മൈ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ എന്താ പീസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങളത് വെച്ച് കേൾക്കുന്ന ആൾക്കാരുടെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവാം. മീൻസ് ആ മറ്റേ സൈഡിൽ നിന്ന് കേൾക്കുന്ന ആള് വുഡ് ഹാവ് ബീൻ ഗോൺ ത്രൂ സോ മച്ച്, അവർക്ക് അതൊന്നും ഒരു പ്രശ്നമായി തോന്നാതിരിക്കാം. പക്ഷെ എനിക്ക് ഇതാണ് വലിയ കാര്യം. അപ്പോൾ ലൈക്ക് എൻ്റെ പെയിൻ ലെവൽ അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഗ്രാഫ് വേറൊരാളുടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് അവർക്ക് ഇങ്ങനെ എന്താ ഓ ഇതൊക്കെ എന്താ എന്നൊരു റെസ്പോൺസ് കൊടുക്കാതിരിക്കുക. കാരണം ആർക്കൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, എന്തൊക്കെ പെയിൻ മെൻ്റൽ ഹെൽത്ത് എന്ന് മാത്രമല്ല എന്ത് പെയിൻ ഉണ്ടായാലും അവർക്ക് അവരുടേതായ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ അവരായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങളെ ത്രഷോൾഡ് പോലെ ആവണമെന്നില്ല, പലർക്കും പല ത്രഷോൾഡാണ്. സോ അത് അക്സെപ്റ്റബിൾ ആക്കാൻ ശ്രമിക്കുക. ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രശ്നവും ചിലപ്പം എന്തെങ്കിലും ആൾക്കാരൊന്ന് ഷെയർ ചെയ്യുന്നത് ചിലപ്പം അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ലൈക്ക് ജസ്റ്റ് അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ സ്പേസിനോ വേണ്ടിയിട്ടായിരിക്കും അവരൊന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് നോർമലി ചിന്തിക്കാൻ പറ്റുന്ന അഡ്വൈസ് ഒക്കെ അവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് കേട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഒപ്പീനിയൻ കൊടുക്കുക, അല്ലാത്ത പക്ഷെ അവരെ ഹിയർ ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് ലിസൺ കേട്ടിരിക്കാൻ ഒരാളുടെ ഭയങ്കര കുറവായിട്ടുള്ള. റീസെന്റ് ഇപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് മീൻസ് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ചോദിക്കാം, താങ്കൾക്ക് എന്നിൽ നിന്ന് ആവശ്യം ലിസണർ ആണോ അതോ അഡ്വൈസ് ആണോ? അപ്പോൾ നമുക്കറിയാൻ പറ്റും. മീൻസ് ലിസണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിന്ന് കേൾക്കുക, അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ല അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സഹായം, അല്ലാതെ ആവശ്യമില്ലാത്ത അഡ്വൈസ് ഒന്നും കൊടുത്ത് കുഴി ചാടിപ്പിക്കരുത്. അങ്ങനെ കുഴി ചാടിപ്പിക്കാതെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. സോ ഇഫ് യു ആർ എ ഗുഡ് ഫ്രണ്ട്, ദിസ് ഇസ് സംതിങ് യു കുഡ് ഓൾവേസ് ട്രൈ. ഇപ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ട് ഒരാളെന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ കൺസോൾ ചെയ്യാൻ നോക്കാന്നുള്ളതാണ്.
അപ്പൊ അവരോട് അഡ്വൈസ് കൊടുക്കുന്നതിലും നമുക്ക് ഒരാള് നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് വാട്ട് ആർ ദ എക്സ്പെക്ടിങ്. കുറച്ച് സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മേ ബി നേരത്തെ ദൈവൂട്ടി പറഞ്ഞതുപോലെ ഒരാൾ കേട്ടിരിക്കാനില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ചിലപ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. തെറാപ്പി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു തെറാപ്പിസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം എന്താ, നമ്മളിത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളോട് പറയുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് പോവും. പാരലി നമ്മളും ചിന്തിക്കുമായിരിക്കും ഇത് പറയുന്ന സമയത്ത്. നമുക്കും ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ ഓക്കെ മേ ബി ദിസ് ഇസ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ മേ ബി എനിക്ക് ഇതിനെ ഇങ്ങനെ, കാരണം എനിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനായിരിക്കും അയാളെ നന്നായിട്ട് അറിയാവുന്നത്. ഇപ്പം നേരത്തെ മോമസ് പറഞ്ഞ പോലെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ടോളറൻസ് ലെവൽ വുഡ് ബി ഡിഫറെൻറ്റ്. നമ്മുടേത് നമുക്കറിയാം. ഓക്കെ ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഒരാളെന്തെങ്കിലും ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്കേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം തെറാപ്പിസ്റ്റിനോട് ഇതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ലൈക്ക് എത്ര വലുതാണ്. അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും ഓക്കെ ഈ ആള് ഇത്തിരി സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഈ ആള് കുറച്ച് ബോൾഡാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉള്ള അഡ്വൈസസ് തരാൻ പറ്റും. ഓക്കെ ഇപ്പം ഒരു നന്നായിട്ട് ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് എന്താണ് പെട്ടെന്ന് അതിന് പൊളിച്ച് പുറത്ത് വരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് തെറാപ്പി സെഷൻസ് എടുക്കുന്നതും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ വന്ന് പറയുന്ന സമയത്ത് ഡിപ്രഷൻ ആണെന്ന് അവർ അത് റിയലൈസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം ഞാൻ അണ്ടർഗോ ചെയ്യുന്നത് അത് തന്നെയാണ്. വിഷമം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് കേട്ടിട്ട് അതിനൊന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതേ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന പോലെ അത്രയും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഈ ഓപ്പൺ അപ്പ് ആവുന്ന സമയത്ത് മേ ബി നമുക്ക് പറയാം ഓക്കെ അവരത്രയും നമുക്ക്. പിന്നെ വേറൊരു സംഭവം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റില്ല ഇയാളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇപ്പൊ നമുക്ക് തോന്നുന്നതാണ് ഓക്കെ ഇഫ് യുവർ ഫ്രണ്ട് നീഡ്സ് സം മോർ ഹെൽപ്പ് അയാളോട് അഡ്വൈസ് ചെയ്യാം, ജസ്റ്റ് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്. എനിക്കത് ദീപിക പടുക്കോണ്ട കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറയാം. പുള്ളിക്കാരി ഇതുപോലെ ആദ്യം പുള്ളിക്കാരിക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത്. പിന്നെ ഒരു അറ്റ പോയിന്റിൽ ഇവർ അറിഞ്ഞപ്പോ ഇവരുടെ അമ്മയോട് അത് സംസാരിച്ചപ്പോ ലൈക്ക് ദാറ്റ് അമ്മയെ പറഞ്ഞ നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം, നമുക്കൊരു തെറപ്പി സെഷൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കാം. അങ്ങനെയാണ് അവര് പോലും റെക്കഗ്നൈസ് ചെയ്തത് ഓക്കെ എനിക്ക് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത്. അതിനുശേഷം അവരതിനുശേഷം ഇതിനെപ്പറ്റി ഭയങ്കര അവയർനെസ് ഫ്രണ്ടിലോട്ട് അതിനുവേണ്ടി നല്ലോണം അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കാരണം കുറെ ഇന്ത്യൻസിന് അത് അക്സെപ്റ്റബിൾ ആയി. കാരണം ഒരു വലിയൊരാൾ പറയുന്നതല്ലേ, വലിയ ആളെന്ന് എടുക്കുമ്പോൾ സെലിബ്രിറ്റി പേഴ്സൺ ഹു ക്യാൻ ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ. OG ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് ആണല്ലോ. അപ്പൊ അവര് പറയുന്ന എന്നുണ്ടെങ്കിൽ കാര്യമില്ലേ എന്നൊരു തോട്ട് സാധാരണ നോർമൽ ഹ്യൂമൻസിനും തിങ്ക് സ്റ്റാർട്ടായി. നോർമലൈസ് ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്നിപ്പോ പിന്നെ സ്കൂൾസിലും ഒക്കെ എനിക്ക് മെന്റൽ ഹെൽത്ത് അവയർനെസ് ഇപ്പൊ നോക്കുന്നുണ്ട്. പണ്ടൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നൊരു സർട്ടിഫൈഡ് മെഡിക്കൽ ആള് തന്നെ ഒരു തെറാപ്പിസ്റ്റ്. പണ്ട് കൗൺസിലർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ടീച്ചർമാരെ കൊണ്ട് എടുത്തു. ഇപ്പൊ അങ്ങനെ ഇരുത്താൻ പറ്റില്ല. ഇപ്പൊ ആളെ നല്ല ആളെ തന്നെ കൊണ്ട് ഇരുത്തണം. അതെ, അപ്പൊ നമുക്ക് എല്ലാ സൈഡിലും ഇതിപ്പം അവയർനെസ് കൂടുന്നുണ്ട്. എനിക്കൊന്നിപ്പം കോർപ്പറേറ്റ് ഫോംസിലാണേലും അതെ, എല്ലായിടത്തും ഒരാൾ അവിടെ റെഡിലി അവൈലബിൾ അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ ഒരു ഓൺലൈൻ ഫെസിലിറ്റി ലൈക്ക് നമുക്ക് അനോണിമസ് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കണം എന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ഇതുണ്ട്. അതുപോലെ എനിക്ക് രജിസ്റ്റേർഡ് നമ്പറും ഇപ്പൊ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ കണ്ട ലൈക്ക് ഇഫ് യു ആർ ഫീലിംഗ് സൂയിസൈഡ് ഓർ സംതിങ് ഗവൺമെന്റ് ലൈക്ക് ഹൗ ടു ഡൈ അങ്ങനെ വല്ലതും അടിക്കുവാണെങ്കിൽ ഗവൺമെന്റ് നമ്പർ വരും. എനിക്ക് ചാവണ്ട ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അല്ല ഞാനത് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സൂയിസൈഡലായിട്ടുള്ള സംഭവങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ലൈൻ നമ്പർ വരും. അല്ലാതെ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ലൈൻ നമ്പർ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കെയർ അതിനുള്ള ഹെൽത്ത് കെയറിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടോൾ ഫ്രീ നമ്പർ അവൈലബിൾ ആണ്. നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്ന മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽസ് അല്ല. സോ നമ്മൾ നമ്മുടെ വ്യൂസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ അറൗണ്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിയ ചേഞ്ചസ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ട കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സാഡ്നെസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ടോക്ക് ടു സമ്മൺ അല്ലെങ്കിൽ ഗെറ്റ് എ മെഡിക്കൽ ഹെൽപ്പ്. നിങ്ങളത് അയ്യോ എനിക്കെന്തോ കുറവുണ്ട് എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി എന്ന് തോന്നുന്ന ഒരു സോഴ്സിനോട് നിങ്ങൾ ആദ്യം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നോർമലാണ് അല്ലേ? അതെ, നിങ്ങൾക്ക് ഒരു പനി വരുന്ന പോലെ അത്ര നോർമലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി സമ്മർദ്ദം തോന്നുക എന്നുള്ളത്. കാരണം നമ്മളിപ്പോ ഉള്ള സൊസൈറ്റി, ജീവിക്കുന്ന സൊസൈറ്റി അത്ര ഫാസ്റ്റ് ആണ്, അത്ര സ്ട്രെസ്ഡ് ആണ്. എവരിവൺ ഈസ് സ്ട്രെസ്ഡ് ആണ്. നമുക്ക് ചുറ്റും കിട്ടുന്ന നമ്മളിപ്പം പല സംഭവങ്ങള് സോഷ്യൽ മീഡിയ കാണുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഭയങ്കര ഓവർവെൽഡ് ആണ് പല റീസൺസ് കൊണ്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പണ്ട് കിട്ടിക്കൊണ്ടുന്ന അത്രയും ശാന്തി സമാധാനം ഒന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. പഠിക്കുന്ന ഒരു കുട്ടി തൊട്ട് ജോലി ചെയ്യുന്ന ഒരാളാകട്ടെ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ലൈഫിൽ ഏതെങ്കിലും പോയിന്റിൽ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന ആളാവട്ടെ, അങ്ങനെ ഇന്ന പെർട്ടിക്കുലർ പേഴ്സണെ ഇത് വരാകൂ എന്നൊന്നുമില്ല. ആർക്കും എനി പോയിന്റ് ഓഫ് ഏജ് അല്ലെങ്കിൽ എനി പോയിന്റ് ഓഫ് ടൈം ഇത് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഗിൽറ്റ് ചെയ്യാതിരിക്കുക. അത് വേറെ നോർമൽ ആയിട്ട് കാണും. ഇപ്പൊ ചിലപ്പോ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ സെയിം സിറ്റുവേഷനിൽ വേറൊരാൾ നിന്നിട്ട് ആ കാര്യങ്ങളൊക്കെ അയാള് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് നേരത്തെ മമ്മൂസ് പറഞ്ഞ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഒരാളുടെ ത്രഷോൾഡ് ആയിരിക്കില്ല മറ്റൊരാളുടെ ത്രഷോൾഡ്, അല്ലെങ്കിൽ ഒരാൾക്കുള്ള ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ കേപ്പബിലിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അപ്പൊ അയാൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ചിലപ്പോൾ അയാൾ ജീവിച്ചു വന്ന സാഹചര്യം അതായിരിക്കും, അല്ലെങ്കിൽ that person is okay, different from you എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കുറച്ചുകൂടെ ചിലപ്പം സെൻസിറ്റീവോ അല്ലെങ്കിൽ അത്രയും സ്ട്രെസ് താങ്ങാൻ പറ്റാത്ത ഒരാളായിരിക്കും. ബിക്കോസ് യു ആർ എ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നേരത്തെ ദേവട്ട് പറഞ്ഞാൽ ടോക്ക് ടു സമ്മൺ അല്ലേ, മംസ് പറഞ്ഞാൽ ടോക്ക് ടു സമ്മൺ ഓർ ടേക്ക് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ട്രൈ ടു നിങ്ങളെ തന്നെ ഒന്ന് കാം ചെയ്യാൻ ട്രൈ ചെയ്യാം. ബേസിക്കലി ആദ്യം ചെയ്യേണ്ട സംഭവം ഇസ് ദാറ്റ് അല്ലേ. പക്ഷെ അങ്ങനെ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെക്കഗ്നൈസേഷൻ നമുക്ക് തന്നെ വേണം. അപ്പൊ അത് പറഞ്ഞാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തല്ലേ. ഞങ്ങൾ കവർ ചെയ്യാൻ വിട്ടുപോയതും കവർ ചെയ്തത് ക്ലിയർ അല്ലാത്തതും പലതും ഉണ്ടാവാം. എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങള് കമന്റിൽ അറിയിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താം. ഓക്കെ, അപ്പൊ അടുത്തൊരു ദിവസം വേറൊരു കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടതുണ്ട്. അതുവരെ ബൈ.